വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഈ ഒരുപാട് വനിതകളുടെ പ്രശ്നവും അവരുടെ ഈ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്തല്ലേ? ധാരാളം കൈകാര്യം ചെയ്തു. അതിലെന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് വന്നു. അതായത് ഒരു ദിവസം അതിഭയങ്കര മഴ. ആ മഴ സമയത്ത് ഒരു ഓട്ടോയിൽ ഒരു അമ്മ കയറി വരികയാണ്. അതെൻ്റെ വീട്ടിൽ അന്ന് എനിക്ക് പനി, ഹസ്ബൻഡിന് പനിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അതിഭയങ്കര മഴ. അവരിങ്ങനെ കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കിടക്കാൻ വേറെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നതാണ്. എൻ്റെ മോനും മരുമോളും എന്നെ നേരെ നോക്കുന്നില്ല, എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഞാൻ രോഗിയാണ്. അപ്പോൾ എനിക്ക് അന്ന് ഞങ്ങൾക്കൊരു ഷോർട്ട് സ്റ്റേ ഹോമുണ്ട്, വനിതാ കമ്മീഷന് ഒരു ഷോർട്ട് സ്റ്റേ ഹോം. അവിടെ ഇങ്ങനെ വരുന്ന സ്ത്രീകളെ പാർപ്പിക്കും. അതിഭയങ്കര മഴയായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഓഫീസ് റൂമിലൊരു സോഫയുണ്ട്, ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നോ ഇന്ന് രാത്രി, നാളെ നിങ്ങളെ അങ്ങോട്ട് അയക്കാം. കാരണം എനിക്ക് പനി, ഹസ്ബൻഡിന് പനി, പിന്നെ അതിഭയങ്കരമായ മഴ. അങ്ങനെ അവരെ അവിടെ കിടത്തി. നേരം വെളുത്ത് ആഹാരമൊക്കെ കൊടുത്ത് അവിടെ കിടത്തി. നേരം വെളുത്ത് നോക്കുമ്പോൾ ഇവരെ മുണ്ട് മുഴുവൻ ചോരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്? അയ്യോ മോളെ, എനിക്ക് അരിശസിൻ്റെ വേദന കൊണ്ട് കിടന്നതാണ്, എനിക്കിത് സ്ഥിരം പതിവാണ്, എന്നെ നോക്കാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ ജോലിക്കാരി ഉണ്ടായിരുന്നു, മോളി എന്ന് പറഞ്ഞൊരു സ്ത്രീ എൻ്റെ കൂടെ ഉണ്ട്. അവരെന്ത് ചെയ്ത്, അയ്യോ ഇതാണ്. അവരെന്നിട്ട് വന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് കൈകൊണ്ട് തൊടാൻ തന്നെ എനിക്ക് മടിയായിരുന്നു കേട്ടോ. ആ സ്ത്രീ വന്നിട്ട് പറയും, അയ്യോ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ് മോളി ഇതെടുത്തോണ്ട് പോയി തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി വേറെ തുണിയൊക്കെ കൊടുത്ത് എന്നിട്ടാണ് അവരെ ഞങ്ങൾ ഷോർട്ട് സ്റ്റേ ഹോമിൽ അയച്ചത്. അപ്പോൾ ഇവരുടെ മകൻ ഒരു എൻജിനീയറാണ്, മരുമകൾക്കും എന്തോ ജോലിയുണ്ട്. അപ്പോൾ ഈ മകനും മരുമകളും പിന്നെ അമ്മായിയും മരുമകളുടെ അമ്മയായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ ഞാൻ എന്നിട്ട് ഷോർട്ട് സ്റ്റേ ഹോമിലേക്ക് അയച്ചു. ഷോർട്ട് സ്റ്റേ ഹോമിൽ ചെന്നിട്ട് അവിടെ നിന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്തൊക്കെ പറഞ്ഞ് സർജറിയൊക്കെ നടത്തി നല്ല മിടുക്കിയായിട്ട് വന്നു. ഒരു 70-70 വയസ്സുള്ള സ്ത്രീയാണ്. എന്നിട്ട് വന്ന് ഷോർട്ട് സ്റ്റേ ഹോമിൽ താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മകന് അപ്പോൾ ചാനലിലൊക്കെ ഇടയ്ക്കൊക്കെ കാണിച്ചു എന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ മകന് മാനസാന്തരമാണ്. മകൻ അങ്ങ് ദൂരെ എവിടെ വർക്ക് ചെയ്യുമായിരുന്നു. മാനസാന്തരം വന്ന് ഈ അമ്മയെടുത്ത്, അമ്മ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് സ്റ്റേ ഹോമിൽ നിന്ന് ആരെങ്കിലും പോകണമെങ്കിൽ ഞാൻ അറിയാതെ വിടരുത്, എന്നോട് ചോദിച്ചിട്ട് വേണം വിടാനെന്ന് പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞു, അയ്യോ പിന്നെ എനിക്ക് പോകണം എന്ന് സൂപ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞില്ല, മാഡത്തിനോട് എന്നോട് ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും ദേഷ്യം വന്നു, എൻ്റെ മോൻ വന്ന് വിളിച്ചപ്പോൾ എന്നെ വിടൂല്ലേ. അങ്ങനെ മോൻ അങ്ങ് പോയി. പിന്നെ വേറൊരു ദിവസം മോൻ വന്നു, ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ ഉടനെ ഒരു ദിവസം രാത്രിയിൽ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ മാഡം എന്നെ നാളെ തന്നെ എന്നെ എങ്ങോ കൊണ്ടുപോകണം. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങ് പോരെ. പക്ഷേ അവർ വന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പത്രത്തിൽ കാണുന്ന ഇവർ മരിച്ചു കിടക്കുന്നതായിട്ട്. അതെനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു. അപ്പം മകൻ ആദ്യം വന്ന് മകന് ഇന്ന ചാനലിലൊക്കെ വന്നപ്പോൾ അയാൾക്ക് നാണക്കേട് തോന്നിയിട്ട് അയാൾ ഓടി വന്ന് അമ്മയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയതാണ്. പക്ഷേ പിന്നെയും ആ ഇൽ ട്രീറ്റ്മെൻറ്റ് തുടർന്നു. സൂയിസൈഡ് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിറ്റേ ദിവസം അവർ മരിച്ചു കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് കണ്ടത്. പിന്നെ ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ലല്ലോ, ഒരു മകനല്ലേ ഉള്ളൂ, മകനും എൻ്റെ ഭാര്യയും അമ്മായിയമ്മയും, വേറെ ആരുമില്ല. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അന്വേഷിക്കാനും പോയില്ല പിന്നീട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ വനിതാ കമ്മീഷൻ വിട്ടു. ഒരു മരിച്ച് ഒരു വിഷമകരമായ ഒരു സന്തോഷമുള്ള ഒരു പാട്ട് വരും. അതാണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഇടയിൽ ചോദിക്കാൻ വേണ്ടി കുറച്ച് വീണ്ടും സംഗീതത്തിലേക്ക് പോകണം. നാടകങ്ങളൊക്കെ ആസ്വദിക്കുമായിരുന്നു? എനിക്ക് നാടകം വലിയ ഇഷ്ടം. ഞാൻ തോപ്പിൽ ബാസിയുടെ KPSCയുടെ നാടകങ്ങൾ പലത് കണ്ടിട്ടുണ്ട്. സുലോചനയുടെ ആക്ട്, ജോർജിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പുരോഗമനപരമായ ചിന്താഗതിയോട് കൂടിയിട്ട്. ഞാൻ പറഞ്ഞ ശ്രീനാരായണ തത്വങ്ങൾ അവിടെ തോപ്പിൽ ബാസിയുടെ എല്ലാ നാടകങ്ങളും. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ്. കാരണം പാവങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പം ഞാനൊരു ജഡ്ജ്മെൻ്റ് എഴുതിയാൽ 2 ഭാഗവും ഗംഭീരമായിട്ട് വാദിച്ചാലും ഒരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ എൻ്റെ ചിന്താഗതി അല്പം ചായവും അങ്ങോട്ട് പോകും, സംശയമൊന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ സ്വതസിദ്ധമായിട്ട് നമ്മളിലുള്ള ചില വാസനകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ എല്ലാത്തിലും പ്രതിഫലിക്കും. എന്ന് വെച്ചിട്ട് എല്ലാം അങ്ങനെയല്ല, എങ്കിലും ആ സമൂഹത്തിൽ വേദനിക്കുന്നവ ഞാൻ ഈ ഒരുപാട് കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. വേദനിക്കുന്നവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരെ ഹൃദയത്തുടിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ കരയിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടാൻ ഞാൻ ഒരുപാട് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ സൗജന്യമായിട്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ എല്ലാ മൂലയിലെന്ന് മാത്രമല്ല
അന്യരാജ്യങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് വരെ എൻ്റെ അടുത്ത് വന്നു. ഈ ഭാര്യയും ഭർത്താവും അടുത്ത ഇതിലേക്ക് പോവാം. നമുക്ക് ആ നാടകം പറഞ്ഞോട്ട് ഒരു നാടകഗാനം ഒരു നാടകഗാനം. എനിക്ക് ഈ KPSCയുടെ എല്ലാ നാടകങ്ങളും ഇഷ്ടം. ഏതെങ്കിലും പാട്ട് എടുത്തു പറയത്തക്കൊണ്ട് അതിൽ ഈ അമ്പിളി അമ്മാവിൻ്റെ ഒരു അതെ KPSC സുലോചന പാടുന്ന ഒരു കേട്ടിട്ടുണ്ട്, അതെനിക്കിഷ്ടമാണ്. കേൾക്കാം. അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്, അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്. താമരക്കുമ്പിളുമായി അമ്മാവൻ താഴോട്ടു പോരാമോ, താമരക്കുമ്പിളുമായി അമ്മാവൻ താഴോട്ടു പോരാമോ, പാവങ്ങളാണേലും ഞങ്ങള് പായസ ചൊറുതരാം, പാവങ്ങളാണേലും ഞങ്ങള് പായസ ചൊറുതരാം, പായസ ചോറുണ്ടാൽ ഞങ്ങള് പടിയുറക്കുമല്ലോ, പായസ ചോറുണ്ടാൽ ഞങ്ങള് പടിയുറക്കുമല്ലോ, പലമരത്തണലിൽ തൂമലർ പയവിരിക്കുമല്ലോ, പലമരത്തണലിൽ തൂമലർ പയവിരിക്കുമല്ലോ, അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, അമ്പിളിയമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്.